നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുന്നതായും എല്ലാ ഭാഗങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് തുടരുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ 21-ാമത്തെ ശ്ലോകം. ഇതിന്റെ തീം എന്ന് പറയുന്നത് ലോകം മുഴുവനായി ബന്ധപ്പെട്ട സാമൻ. ഒന്നാമത്തെ ശ്ലോകം: ത്രയീ വിദ്യാഹിങ്കാരശ്രയ ഇമേ ലോകാ സ പ്രസ്താവോ അഗ്നിർവായുരാദിത്യ സ ഉദ്ഗീതോ നക്ഷത്രാണി വയാംസി മരീചയ സ പ്രതിഹാര സർപ്പാഗന്ധർവാ പിതരസ്തതി നിധന മേതത്സാമ സർവസ്മിൻ പ്രോതം. 3 തരത്തിലുള്ള ജ്ഞാനമാണ് ഹിങ്കാരം. ഇവിടെയുള്ള 3 ലോകങ്ങളാണ് പ്രസ്താവം. അഗ്നി, വായു, ആദിത്യൻ ഒരു ഉദ്ഗീതമാണ്. നക്ഷത്രങ്ങൾ, പക്ഷികൾ, പ്രകാശരശ്മികൾ പ്രതിഹാരമാണ്. സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, പിതാക്കന്മാർ നിധനമാണ്. രണ്ടാമത്തെ ശ്ലോകം: സയ ഏവമേതത് സാമ സർവസ്മിൻ പ്രോതം വേദ സർവം ഭവതി. ലോകങ്ങളിൽ മുഴുവൻ നെയ്ത ഈ സാമൻ അറിയുന്നവൻ ലോകം മുഴുവൻ തന്നെ ആകുന്നു. മൂന്നാമത്തെ: തദേശ ശ്ലോക യാന്തി പഞ്ചധാ ത്രീണി തേഭ്യോ ന ജായ പരമന്യതസ്തി. ഈ കാര്യത്തിൽ ഒരു വരിയുണ്ട്. മൂന്നായ സാധനങ്ങൾ ഏതായാലും 5 വിധത്തിലാണ്. ഇവയേക്കാൾ നല്ലതായി ഉയർന്നതായി ഒന്നുമില്ല. യസ്തേ ദ്വേദ സവേദ സർവം സർവാദിശോ ബലിമസ്മൈ ഹരന്തി സർവമസ്മീത്യുത്യാസീത തദ്വ്രതം തദ്വ്രതം. ഈ സത്യം അറിയുന്നവൻ ലോകം മുഴുവൻ അറിയുന്നു. ദിശാമാവിയുടെ, അതായത് കോമ്പസിന്റെ എല്ലാ ഭാഗങ്ങളും ഈ പാരിതോഷികം കൊണ്ടുവരും. ഒരുവൻ ഈ ചിന്ത ബഹുമാനപൂർവം ചിന്തിക്കണം. ഞാൻ ലോകം മുഴുവനുമാണ്. അതാണ് അവന്റെ നിയമം. ചാന്തോക്യോപനിഷത്ത് വീണ്ടും വീണ്ടും ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ പ്രകടനമാണ്, എക്സ്പ്രഷനാണ്. അതാണ് ഇവിടെ പറയുന്നത്. ലോകം മുഴുവൻ ഞാനാണ്. അപ്പൊ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചിന്തയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ 3 ഗുണങ്ങളാലാണ്
നയിക്കപ്പെടുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. സാത്വിക ഗുണം, രാജസിക ഗുണം, താമസിക ഗുണം, അതാണ് 3 എന്ന് പറയുന്നത്. സാത്വികം എന്ന് പറഞ്ഞാൽ മനസ്സ് സെറ്റിൽഡ് ആകുമ്പോൾ അനുഭവിക്കുന്ന സമാധാനം, പീസ്, സന്തോഷം, ശാന്തി. താമസിക് എന്ന് പറഞ്ഞാൽ മനസ്സ് പാറ്ററിൽ കുടുങ്ങിയിട്ട്, സൃഷ്ടിയിൽ കുടുങ്ങിയിട്ട് ലേസി ആവുകയാണ്, മൂവ്മെന്റ് ഇല്ലാതെ മെറ്റീരിയൽ ആയിട്ടുള്ള കണക്ഷനായിട്ട് അവിടെ നിൽക്കുകയാണ്. ലേസിനെസ് വരും, ഉറക്കം, നിദ്ര, ആലസ്യം എന്നൊക്കെ പറയും. രാജസിക് എന്ന് പറയുന്നത് മനസ്സിന്റെ തന്നെ മണ്ഡലത്തിൽ മനസ്സിന്റെ പ്രവർത്തനമാണ്, ആക്ടിവിറ്റി, ചിന്തകള്, ബുദ്ധി ഉപയോഗിക്കുക, പഠിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ രാജസിക് ആയിട്ട് ഭാഗമാണ് കാണുക എന്ന് ലാലാജി മഹാരാജ് പറയുന്നത്. ഒരു മരം ആയിട്ടാണ് ലാലാജി മഹാരാജ് നിരന്തര സത്യത്തില് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും മരത്തിന്റെ തണ്ടാണ് വളരുന്നത് കാണുന്നത്, അവിടെയാണ് ഗ്രോത്ത് മുഴുവൻ നടക്കുന്നത്. അതുപോലെ സാത്വികമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് സെറ്റിൽ ഭാവമാണ്, അവിടെ മൂവ്മെന്റ് ഇല്ല. താമസികമായിട്ടുള്ള ഇതിലും മൂവ്മെന്റ് ഇല്ല. അപ്പൊ എവിടെയാണ് ഈ മൂവ്മെന്റ്, എവിടെയാണ് എവല്യൂഷൻ നടക്കുന്നത്? രാജസിക ഭാവം. ആ രാജസിക ഭാവം സൂക്ഷ്മ ശരീരത്തിലാണ് എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു, മെറ്റീരിയൽ വർക്ക് ചെയ്യുന്നു, എല്ലാത്തിൻ്റെയും റിസൾട്ട്സ് മനസ്സിലാണ്. അതാണ് രാജസിക ഭാവം പറയുന്നത്. നമ്മളിപ്പോ പുസ്തകം പഠിക്കാവാം, അല്ലെങ്കിൽ കല അഭ്യസിക്കാവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാവാം. എവിടെയാണ് മാറ്റം? മനസ്സിന്റെ തലത്തിലാണ്. അപ്പൊ താമസികമായിട്ട് ഭാവത്തിനും ആക്ടിവേഷൻ നൽകുന്ന രാജസിക ഭാവം, സാത്വിക ഭാവത്തിന് അനുഭവം നൽകുന്നതും രാജസിക ഭാവം. നമ്മൾ ഉറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ ആ സാത്വിക ഭാവം അനുഭവിക്കുന്നു. എല്ലാവരും അനുഭവിക്കുന്നതാണ് ഈ സെറ്റിൽഡ് അവസ്ഥ. അത് അനുഭവിച്ചിട്ട് പുറത്തു വന്നിട്ട് പറയുന്നത് ആരാണ്? ഞാൻ ശാന്തി അനുഭവിച്ചു, അത് പറയുന്നത് മനസ്സാണ്. അപ്പൊ അതും രാജസിക തലത്തിലാണ്. ഓൾ ഒബ്സർവേഷൻസ്, എല്ലാ എക്സ്പീരിയൻസസും രാജസിക തലത്തിലാണ്. അതാണ് സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയുന്നത് എന്ന് ലാലാജി മഹാരാജ്. നമ്മൾ ആധ്യാത്മിക ഹൃദയം രാജസിക ഭാവമാണ്. അപ്പൊ അവിടെയാണ് ഈ ത്രിഗുണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ത്രിഗുണങ്ങളുടെ ആക്ടിവിറ്റി മുതൽ നടക്കുന്നത്. അപ്പൊ ഈ ത്രിഗുണാത്മകമായിട്ടുള്ള ഈ സട്ടിൽ സൂക്ഷ്മ ശരീരത്തിലുള്ള ആക്ഷൻ, അത് ലോകത്തിൽ പ്രദർശിക്കപ്പെടുന്നത് 5 വിധങ്ങളിലാണ്, 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. 5 എലിമെന്റ്സ്, 5 ഇന്ദ്രിയങ്ങൾ, എല്ലാം 5ആണ്. അതാണ് 5ന്റെ കാര്യം പറയുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ ഗുണങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ശരീരം ആണ് പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിലും ശരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് മനസ്സാണ്. മനസ്സിനെ ഈ തരത്തിൽ ഓരോ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് ഗുണങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ട് താമസിക ഗുണം. ക്ഷീണിച്ചാൽ ഉറങ്ങും. അപ്പൊ മനസ്സിലാകണം അവിടെ താമസിക ഗുണമാണ്, അത് അയാളുടെ തെറ്റല്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പഠിക്കാൻ താല്പര്യമില്ല, അവരങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. താമസിക ഗുണം പ്രിഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർ കുറ്റം പറഞ്ഞത് താമസിക ഗുണം പ്രിഡോമിനേറ്റ് ചെയ്യുന്നു. അവർക്ക് അതിൽ നിന്ന് ഉയരാൻ സാധിക്കും. എങ്ങനെയാണോ ഒരു നല്ലൊരു മനുഷ്യൻ ഉറക്കത്തുനിന്ന് ഉണർന്നിട്ട് അവേക്കൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഉറക്കത്തിലിരിക്കുന്ന ഒരു മനുഷ്യരാശിക്ക് ഉണരാൻ സാധിക്കും, ഒരു സംശയമില്ല. അപ്പൊ എല്ലാ മനുഷ്യനും ഡിവൈനാണ്, ഡിവിനിറ്റിയിലേക്ക് വരേണ്ടതാണ്, ഉയരാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാവർക്കും അത് ഉള്ളിലുണ്ട്. അപ്പൊ അതിനെ ഉണർത്തുക, ഉള്ളിലുള്ള ഈ മനസ്സിന്റെ പ്രവർത്തനത്തിന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വൽ ഹാർട്ടിലൂടെ ഉയർത്തിയിട്ട് സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കുക. സാത്വിക ഭാവത്തിലെത്തിയാലും അവിടെ നിൽക്കാൻ പറ്റില്ല. സാത്വിക ഭാവത്തിൽ എത്ര നേരം നിൽക്കാൻ പറ്റും? ഒരാൾ ശാന്തനായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ലോകത്തിന് പണിയെടുക്കണ്ടേ? അപ്പൊ രാജസിക ഭാവം വേണം, താമസിക ഭാവം വേണം. പക്ഷേ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന സാത്വിക ഭാവമായിരിക്കും, പീസ് ലവിങ് ആൾക്കാരായിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ അറ്റാച്ച്ഡ് ആവരുത്. സാത്വിക ഭാവത്തിൽ കണക്റ്റഡ് ആയിട്ട് പിന്നെ മുന്നോട്ട് പോകണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, എനിക്ക് ആയി ഇനി എനിക്ക് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അതൊരു ബ്ലോക്ക് ആയിട്ട് മാറും. എനിക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, എറ്റേണലായിട്ട് ഞാൻ സാത്വികനായിട്ട് ഇങ്ങനെ ജീവിക്കാം. അപ്പം ഈ ജോലികൾ ആരാ ചെയ്യുക? നമുക്ക് സൃഷ്ടിയിൽ നമുക്ക് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഉയരും തോറും, നമ്മളുടെ കഴിവുകൾ വളരും തോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മറ്റുള്ളവരെ ഉയർത്തണ്ടേ? ഞാൻ എത്തിയെന്നൊന്നും നിൽക്കാൻ പറ്റുക, അത് സെൽഫിഷ്നെസ് ആയി മാറുന്നു. അപ്പോൾ സെൽഫ്ലെസ് ആവണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറയുന്നത്. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. നമ്മൾ ഇതിനൊന്നും അട്രാക്റ്റ് അല്ലാതെ യഥാർത്ഥത്തിലുള്ള ഉണ്മയിൽ കണക്റ്റഡ് ആയിട്ട് ജീവിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക?
അവിടെയാണ് ഈ ഫ്ലോന്റെ ആവശ്യം വേണമെന്ന് പറയുന്നത്. പ്രാണാഹുതി വേണം. ഈ ഗുണങ്ങളെ മറികടക്കണം എന്നുണ്ടെങ്കിൽ, ഗുണങ്ങളിലൂടെ സഞ്ചരിച്ച് എന്നാൽ ഗുണങ്ങളിൽ കുടുങ്ങാതെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാണസ്യ പ്രാണനിലേക്ക്, യഥാർത്ഥ മാസ്റ്ററുടെ എസൻസിലേക്ക് കടക്കണം. അതാണ് ലിവിങ് മാസ്റ്ററുടെ പ്രാധാന്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറയുന്നില്ല, എന്നിലേക്ക് കണക്റ്റഡ് ആയവൻ പിന്നെ തിരിച്ചു വരുന്നില്ല എന്നാണ്. മറ്റുള്ളവരെല്ലാം തിരിച്ചു വരുന്നു. സാത്വിക ലോകങ്ങൾ വരാം, രാജസിക ലോകങ്ങൾ വരാം, താമസിക ലോകങ്ങൾ വരാം. അതിപ്പോ പുനർജന്മം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളെ ഈ ജീവിതത്തിൽ തന്നെ കണക്റ്റഡ് അല്ലാത്ത, സെന്റേഡ് അല്ലാത്ത ഒരാള് ഇവിടെയൊക്കെ വീണു പോകുന്നു. മടി പിടിച്ച് ജോലി ചെയ്യാതിരിക്കുക. വളരെ മഹാന്മാരായ ആൾക്കാരും ചിലപ്പോ മതി, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കും. അല്ലെങ്കിൽ ദേഷ്യം വരും, രാജസിക ഭാവം. ചില വിട്ടു നിൽക്കാൻ നോക്കും, ഞാനിതായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ശാന്തി ഇല്ലാത്ത സമയത്ത് ശാന്തി കൊണ്ടുവരേണ്ടത് ആരാണ്? അത് ഉയർന്ന ആൾക്കാരല്ലേ, ടീച്ചേഴ്സ് അല്ലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഈ ഒരു തത്വം മനസ്സിലാക്കിയിട്ട് നമ്മളെപ്പോഴും പ്രാണസ്യ പ്രാണനിലേക്ക് കണക്റ്റഡായിട്ട് ജീവിക്കണം. ഞാനാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണമെന്ന് ചാന്തോക്യോപനിഷത്ത് പറയുന്നു. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ജീവി വേദന അനുഭവിക്കുന്നത് ഞാനാണ് അനുഭവിക്കുന്നത്. ഏത് ഞാനാണ്? അതാണ് പരമപുരുഷൻ, ഏറ്റവും ഉയർന്ന ആ തത്വം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് 8ാമത്തെ ചാപ്റ്ററിൽ അക്ഷരബ്രഹ്മയോഗം 1-2 ശ്ലോകങ്ങൾ വായിക്കാം. ശ്രീ ഭഗവാൻ ഉവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മ ഉച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംഹിത. പ്രപഞ്ചത്തിൽ നാശമില്ലാത്തതും പരമകാരണവുമായ ആണ് ബ്രഹ്മം. അതിന്റെ സ്വരൂപത്തെ, അതായത് ജീവാത്മാവിനെ അധ്യാത്മം എന്ന് പറയുന്നു. ജീവരാശിയുടെ ഉദ്ഭവത്തിന് കാരണം എന്തോ അതാണ് കർമ്മം. ഒക്കെ ഡിഫൈൻ ചെയ്തു. അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതാണ് ബ്രഹ്മം. അക്ഷരം, നാശമില്ലാത്ത അബ്സല്യൂട്ട്. ആ അബ്സല്യൂട്ടിന് ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല. നമ്മളൊരു പ്രിൻസിപ്പിൾ പോലെ, സ്നേഹം എന്ന പ്രിൻസിപ്പിൾ, സത്യം എന്ന പ്രിൻസിപ്പിൾ, അതുപോലെ ഒരു പ്രിൻസിപ്പിളാണ്. അത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രകടമാവുമ്പോൾ, ഇൻഡിവിജ്വൽ സോഴ്സ് ആയിട്ട് ഓരോ നമ്മുടെ എല്ലാം ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ ആത്മനെന്തോ, ഞാൻ, അധ്യാത്മം എന്ന് പറയും. അപ്പൊ നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള കർമ്മ ഫലങ്ങൾ, നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഇംപ്രഷൻസ്, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനുള്ള ഇംപ്രഷൻസ്, കർമ്മങ്ങൾ നമുക്ക് വർക്ക് ചെയ്യണം. ഉള്ളിൽ നിന്നും രാജസിക, താമസിക, സാത്വിക ഗുണങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അത് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നു. 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അധിഭൂതം ക്ഷരോഭാവ പുരുഷശ്ചാദി ദൈവതം അധിയജ്ഞോ അഹമേവാത്ര ദേഹഭൃതാം വര. ഹേ മനുഷ്യശ്രേഷ്ഠനായ അർജുന, ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്ന ജഡഭാവമാണ് അധിഭൂതം. ജഡത്തിൽ ജീവപ്രതിബിംബം ഉളവാക്കുന്ന ബ്രഹ്മാംശമാണ് അധിദൈവം. ഈ ദേഹത്തിന് അന്തര്യാമിയായി വർത്തിക്കുന്ന പരമാത്മാവായ ഞാൻ തന്നെയാണ് അധിയജ്ഞൻ. പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള മാറ്ററിനെ എന്ത് പറയുന്നു? അതും ആ അക്ഷരത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അതിനെ നമ്മൾ അധിഭൂതം എന്ന് പറയുന്നു, എലിമെന്റൽ വേൾഡ്. ഇതിനെല്ലാം ചലിപ്പിക്കുന്ന ഭാഗം ഏതാണ്? മനസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു രാജസിക ഭാവം, അതാണ് അധിദൈവം. നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എല്ലാം ഈ അധിദൈവ ഭാവത്തിൽ നിന്നാണ്. നമ്മൾ ദേവന്മാര് എന്നൊക്കെ പറയും, ദേവന്മാരൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പുരുഷ സൂക്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ഓരോ ദേവനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം നയിക്കുന്ന ഒരു പ്രപഞ്ചത്തിന്റെ ധാതാവായിട്ട് അതിനെ മാനേജ് ചെയ്യുന്ന അധിയജ്ഞം. അപ്പോൾ ഇവിടെ 2 വാക്കുണ്ട്, അധ്യാത്മം, അധിയജ്ഞം. അധ്യാത്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അഹം എന്നുള്ള ഭാവം, ഞാൻ എന്നുള്ള ഭാവം. അധിയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അഹംഭാവത്തിന്റെ ഹയസ്റ്റ് സ്പെക്ട്രം റിഫൈൻ ചെയ്ത് ഐഡന്റിറ്റി ആയിട്ട് മാറുമ്പോൾ, ഒരു ഐഡന്റിറ്റി വേണം. ഈ അബ്സല്യൂട്ടിന് വരുന്ന ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്യൂർ ആയിട്ടൊരു വെയിൽ. ബാബുജി മഹാരാജ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്രയിൽ പറയുന്നു, സിംപ്ലിസിറ്റി ഈസ് ദ വെയിൽ ഓഫ് നേച്ചർ എന്ന്. ലാളിത്യമാണ് ആ മറ. ആ ലാളിത്യമാണ് ആ ഐഡന്റിറ്റി ആയിട്ട് നിൽക്കുന്നത്. അബ്സല്യൂട്ട് ലാളിത്യമായിട്ട് നിൽക്കുന്ന ഐഡന്റിറ്റിനെ നമ്മൾ നമ്മുടെ മാസ്റ്റർ, സ്പെഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നു. അദ്ദേഹം എപ്പോഴും അവിടെ, ആ ഐഡന്റിറ്റി അവിടെ ഉണ്ട്. ആ ഐഡന്റിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാവോ ഉണ്ടാവില്ലേ. ഐഡന്റിറ്റിയുടെ കയ്യിലാണ് ഹയസ്റ്റ് വിൽ. ആ വില്ല് ഉപയോഗിക്കാനും വില്ല് സറണ്ടർ ചെയ്യാൻ രണ്ടും അദ്ദേഹത്തിന് സാധിക്കും. നമുക്കതില്ല. നമുക്ക് വില്ല് ഉപയോഗിക്കാൻ പറ്റും. വില്ല്
നമ്മുടെ ഉള്ളിൽ നിന്ന് വിഡ്രോ ചെയ്ത് രണ്ടാമത് പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പ്രപഞ്ച സൃഷ്ടിക്കുള്ള വില്ലും പ്രപഞ്ചം ഡിസോൾവ് ചെയ്യാനുള്ള വില്ലും അത് അധിയജ്ഞഭാവം. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതാണ് ഞാൻ. രണ്ട് ഞാനുണ്ട്, ആത്മം, അധ്യാത്മം, അധിയജ്ഞം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോവർ സെൽഫിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന എല്ലാ പാരാമീറ്റേഴ്സിനെയും സത്യസന്ധമായി ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇവോൾവ് ചെയ്യാനെന്നാണ് ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. എപ്പോഴും കണക്റ്റഡ് ആവുന്ന എപ്പോഴാണ്? അധിയജ്ഞത്തിലേക്ക്. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യഹ് പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. മരണസമയത്ത് എന്നെ മാത്രം സ്മരിച്ച് ദേഹം ഉപേക്ഷിക്കുന്നവർ എൻ്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു. ഇതിൽ സംശയമേ വേണ്ട. മരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ സ്മരിച്ച് ആ അധിയജ്ഞഭാവത്തെ നമ്മുടെ സ്പെഷ്യൽ പേഴ്സണാലിറ്റി കണക്ട് ചെയ്തിട്ട് രോഗം വിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ എങ്ങനെയായിരിക്കും? സ്പെഷ്യൽ പേഴ്സണാലിറ്റിയുടെ ഇൻസ്ട്രുമെന്റ് ആയിട്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കണക്ട് ആവുക. അപ്പൊ മരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ മരണം അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ നിമിഷവും ജനിക്കുന്നു, മരിക്കുന്നു. ഓരോ നിമിഷത്തിലും നമ്മൾ അദ്ദേഹമായി കണക്ട് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. നിരന്തര സ്മരണ. അല്ലാതെ അവസാനം മരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. വെറും തോന്നലാണ്. ഈ നിമിഷം ഇപ്പോൾ തന്നെ എല്ലാ സമയത്തും കണക്ട് ചെയ്ത് ആ ഹയസ്റ്റ് വില്ലായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ജീവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.